പ്രസ്ഥാനം ഇതിങ്ങനെ ഒരു വിദ്യാർത്ഥി സംഘടന ഉണ്ടാക്കിയാൽ എന്താ സംഭവിക്കുക? കാരണം ഒരു സമരം മാത്രം ശീലിച്ച നിസ്സമ്മരം ഒരു സൂചന മാത്രം സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ അങ്ങനെ അടിച്ചു പൊളിച്ച് നിർത്തും ഞങ്ങൾ എന്ന് മുദ്രാവാക്യം വിളിച്ചിരുന്ന ഒരു കൂട്ടത്തിൽ നിന്നാണ് മറ്റൊരു നിലവാരത്തിലുള്ള, ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത നിലവാരത്തിലുള്ള വളരെ അച്ചടക്കമുള്ള, ഇന്ത്യയിലെ തന്നെ ഏറ്റവും അധികം അച്ചടക്കമുള്ള വിഭാഗമായ ഈ സംഘടന ഉരുത്തിരിഞ്ഞു വന്നു. അന്നൊക്കെ പേടിയായിരുന്നു, എന്താ കുട്ടികൾ വരുന്നത്. ഇപ്പോൾ ഇത് കുറച്ചുകൂടി നേരത്തെ ഉണ്ടാക്കാമായിരുന്നു എന്ന ചിന്ത എല്ലാ ആളുകൾക്കും ഉണ്ട്. എന്ന് മാത്രമല്ല, കേരളത്തിൽ നടക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും ആദർശത്തിൽ യാതൊരു ഇളക്കും പറ്റാതെ നിൽക്കുന്ന, യാതൊരു ഭിന്നിപ്പിനും ഇട കൊടുക്കാത്ത ഒരു പ്രസ്ഥാനമായി ഇന്ന് SSF തുടർന്നിരിക്കുന്നു. SBS-ഉം SSF-ഉം ഈ നിങ്ങളാണ് ഈ നാട്ടിൽ ഇനി ഭരിക്കാൻ പോകുന്നത്. ഈ നാട്ടിൽ മദ്രസയും പള്ളിയും ഇവിടെ ദീനിയായ പ്രവർത്തനത്തിന് മുഴുവനും നേതൃത്വം നൽകേണ്ടത് എന്റെ മുന്നിൽ കൊച്ചു കുഞ്ഞുങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പരിപാടിയെ വമ്പിച്ച വിജയമാക്കുകയും നമ്മളെല്ലാം ദീനിന്റെ ചിട്ടയിൽ തന്നെ വളർന്ന് പ്രവർത്തിക്കാൻ അവൻ തൗഫീഖ് നൽകുകയും ചെയ്യട്ടെ. ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ആശംസകൾ. അസ്സലാമു അലൈക്കും.